ഇതെൻ്റെ മുമ്പത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് HP ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ മാറ്റിയിട്ട് അതിനകത്ത് വന്ന പ്രോബ്ലംസും ആ ബാറ്ററിക്ക് അകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പുതിയൊരു ബാറ്ററി വാങ്ങിച്ചായിരുന്നേ. കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അവൾ മിക്കവാറും ബാറ്ററി ഇതിനകത്ത് ഇടാൻ സമ്മതിക്കില്ല, ഞാൻ ഉണ്ടാക്കിയ ബാറ്ററി. അതുകൊണ്ട് ഞാൻ പുതിയൊരു ബാറ്ററി വാങ്ങിച്ചായിരുന്നു. ഇത് ട്രിവാൻഡ്രത്ത് ലോക്ടെക് എന്നാണ് വാങ്ങിച്ചത്. കാരണം ഓതറൈസ്ഡ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ ബാറ്ററിയുടെ വില 3890, അങ്ങനെ ആ ഒരു റേഞ്ചാണ്. 390 3890 എന്നുള്ള ഏതോ ഒരു റേഞ്ചാണ് അവർ പറഞ്ഞത്. 3000 മുകളിലാണ്, വിത്ത് 6 months വാറണ്ടി. പക്ഷേ ഈ ബാറ്ററിക്ക് ഞാൻ ലോക്ടെക് എന്നാണ് വാങ്ങിച്ചത്. 1950 രൂപയാണ് അവർ എൻ്റെ നിന്ന് വാങ്ങിച്ചത്. പ്ലസ് 1 year വാറണ്ടി ഉണ്ട്. ഇതിനകത്ത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എഴുതിയിരിക്കുന്നത് 1999 എന്നാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഞാൻ പൊട്ടിച്ച് നോക്കിയായിരുന്നു അവിടുന്ന്, മറ്റേ ലോക്ടെക്കിൽ വെച്ച് പൊട്ടിച്ച് നോക്കിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ് ആ ബാറ്ററി. ചൈന മേക്കാണ്, ചൈനീസിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ചൈനയാണോ ജാപ്പനീസാണോ, ചൈന പോലെ ഇരിക്കുന്നു. ഇതാണ് ആ ബാറ്ററി. 2 ലെവലിലുള്ള ഇതാണ് ആ ബാറ്ററിയുടെ നമ്പറേ. ഈ നമ്പറിൽ 2 ബാറ്ററി അവൈലബിൾ ആണ്. ഒന്ന് 600 ആണോ 300 ആണോ എന്നാണ്, ആ ഒരു റേഞ്ചിലും, പിന്നെ 1950 ഈ ഒരു റേഞ്ചിലും. മറ്റേത് 3 മാസത്തെ വാറണ്ടിയാണ്. 1000 താഴെ ഉള്ളു വില. അത് കാണുമ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് ഇരിക്കണം ആ ബാറ്ററി. അത് കണ്ടാലറിയാം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, കൊള്ളില്ലെന്ന്. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല, ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇതിനകത്തും 3400 mAh എന്ന് എഴുതിയിട്ടുണ്ട്. 11.1 volt. ഈ ബാറ്ററി വോൾട്ടേജ് കറക്റ്റാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ബാറ്ററി കണ്ടു എന്തൊക്കെയാണ് എഴുതിയിരിക്കണമെന്ന്, അതിൻ്റെ അത്ഭുതങ്ങളല്ല. പക്ഷേ ഈ ബാറ്ററിയിൽ വോൾട്ടേജ് എല്ലാം വളരെ കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3400 എന്ന് പറയുന്ന ആംബിയറും കറക്റ്റ് തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് ഉറപ്പില്ല, പൊളിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി അത് കുഴപ്പം വരാൻ വഴിയില്ല. കാരണം വോൾട്ടേജ് കൃത്യമായിട്ട് എഴുതണമെങ്കിൽ മിക്കവാറും ആംബിയറും കറക്റ്റ് തന്നെ ആയിരിക്കണം. അപ്പം ഞാനിത് ഇടാൻ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബാറ്ററി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്നെ മാറ്റിയിടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുള്ളൂ. ഇങ്ങനൊരു ബാറ്ററി ഇടാനും ഇതിനി കാലിബ്രേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു പണിയുണ്ട്. അതൊരു വലിയ തലവേദനയാണ്. 3-4 മണിക്കൂറോളം അതിനുവേണ്ടി പോകും. ഏതായാലും ഞാനത് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.